ഹായ്, നമസ്കാരം കുട്ടികളെ. ഞാൻ ചിറ്റയം ഗോപകുമാർ, കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ. ഇന്ന് ചാന്ദ്രദിനമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം അതിൽ നിന്നാണ്. അപ്പോളോ 11 നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനുമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത് നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ ചോദ്യം അപ്പോളോ 11 ലോഗോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പക്ഷി ഏതാണെന്നാണ്. ഓപ്ഷൻസ് പറയട്ടെ. 1 പെൻഗിൻ, 2 മയിൽ, 3 പരുന്ത്, 4 പ്രാവ്. നിങ്ങൾക്ക് ഉത്തരം കിട്ടി എന്ന് ഞാൻ കരുതട്ടെ. ഞാനിതിൻ്റെ കഥ പറയട്ടെ. അപ്പോളോ യാത്രയിൽ യാത്രികരുടെ പേര് ഇതിനു മുമ്പ് ഉൾപ്പെടുത്താറുണ്ടായിരുന്നു. എന്നാൽ മൈക്കൽ കോളിൻസ് അതിനെ എതിർത്തു. കാരണം ഒരുപാട് പേരുടെ ബുദ്ധിയും അധ്വാനവുമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് ആരുടെയും പേര് വെച്ച് അതിൻ്റെ അവകാശവാദം എടുക്കേണ്ട കാര്യമില്ല. എല്ലാവരും കൂടി ചേർന്നാണ് ഇത് തയ്യാറാക്കിയത്. മാത്രമല്ല, ഈ യാത്രയിൽ പങ്കെടുക്കുന്നവർ തന്നെ ഇതിൻ്റെ ഡിസൈൻ തയ്യാറാക്കാൻ അവകാശമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ തന്നെ ഇതിൻ്റെ ഡിസൈൻ തയ്യാറാക്കി. പക്ഷേ അങ്ങനെ തയ്യാറാക്കുമ്പോൾ ഒരുപാട് അർത്ഥതലങ്ങൾ അതിലുണ്ടാകണമെന്ന് അവർ നിശ്ചയിച്ചു. അങ്ങനെയാണ് അവർ ഡിസൈൻ തയ്യാറാക്കിയത്. ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ പിന്നിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഡിസൈൻ ചെയ്യുമ്പോൾ പ്രധാനമായും പരുന്തുണ്ടാവണം എന്ന് അദ്ദേഹം പറഞ്ഞത്. പരുന്ത് നമുക്കറിയാമല്ലോ, അമേരിക്കയുടെ ദേശീയ പക്ഷിയാണ്. മാത്രമല്ല, പരുന്ത് ഉയരത്തിൽ പറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരുന്തുണ്ടാകണമെന്ന് അദ്ദേഹം വാദിച്ചു. അങ്ങനെ ലോഗോയിൽ പിന്നീട് ചന്ദ്രനിലെ ഗർത്തവും ഭൂമിയും കറുത്ത ആകാശവും വരച്ചു ചേർത്തു. ഇങ്ങനെയാണെങ്കിലും എന്തോ ഒരു കുറവുണ്ട് എന്ന് അവർക്ക് തോന്നി. സമാധാനത്തിൻ്റെ പ്രതീകം അതുണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചു. അങ്ങനെ സമാധാനത്തിൻ്റെ പ്രതീകമായി ഒലിവില വരച്ചു ചേർക്കപ്പെട്ടു. പക്ഷേ ആദ്യം വരച്ചു ചേർത്തപ്പോൾ പരുന്ത് കൊത്തിക്കൊണ്ടുവരുന്ന ഒലിവിലയാണ് വരച്ചത്. പരുന്തിൻ്റെ വായിലായിരുന്നു ഒലിവിലയിരുന്നത്. പിന്നീടത് പരുന്തിൻ്റെ കാലിലാക്കി മാറ്റി. അങ്ങനെ ആ ചിത്രം ഡിസൈൻ ചെയ്തു. അങ്ങനെ സമാധാനത്തിൻ്റെ പ്രതീകമായ ഒലിവിലയുമായി ചന്ദ്രനിലേക്ക് പറന്നിറങ്ങുന്ന പരുന്താണ് അപ്പോളോ 11 ലോഗോ. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലൊരുപാട് അർത്ഥങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കും പരുന്തിനെ പോലെ പറക്കാനും ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പറന്നിറങ്ങാനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.